5-6 ദിവസത്തിന്റെ ഇടയിലാണെങ്കിലും ശരി ഈ ഒരു ബിഗ് ബോസ് അഗ്നി പരീക്ഷയിലേക്ക് വന്ന ഓരോരുത്തരെയും ഇപ്പൊ നമുക്ക് തിരിച്ചറിയാനൊക്കെ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഓരോ എവിക്ഷൻ നടക്കുന്ന സമയത്തും ഈ എവിക്ഷൻ ജഡ്ജസ് നല്ല രീതിയിലാണോ നടത്തിയത്, ഇവരൊക്കെ എന്തിനാണ് പുറത്താക്കിയത്, ഇവരൊക്കെ ഇവിടെ നിലനിർത്തുന്ന എന്തിനാണ്, ഇവരൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് ബിഗ് ബോസിലേക്ക് ഇവരെയാണോ പറഞ്ഞു വിടാൻ പോകുന്നത്, ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണം എന്ന് പറഞ്ഞുള്ള ഒരുപാട് ചർച്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ഒരു സക്സസ് തന്നെയാണ്. പക്ഷേ ബിഗ് ബോസ് അഗ്നി പരീക്ഷ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ട്രയൽ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മലയാളത്തിൽ. അത് എത്രത്തോളം സക്സസ് ആകുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യവും കൂടി നോക്കണം. ഓരോ ദിവസവും ബിഗ് ബോസ് അഗ്നി പരീക്ഷ കാണുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വരും എപ്പിസോഡ് കൂടെ ചേർത്ത് വെച്ചിട്ടേ നമുക്കത് പറയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ഇന്നത്തെ ദിവസം ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ചർച്ച എന്ന് പറയുന്നത് അഭിറാമിനെ എവിക്റ്റ് ചെയ്തത് ശരിയോ തെറ്റോ, പ്രണവിനെ അവിടെ നിർത്തിക്കൊണ്ട് നയനയെ പുറത്താക്കിയത് ശരിയോ തെറ്റോ, പിന്നെ 2-3 ദിവസങ്ങളായിട്ട് തന്നെ ഷിബിനെ അവിടെ നിർത്തുന്നതിനകത്ത് കണ്ണുകടിയും കല്ലുകടിയും എല്ലാം ഉണ്ട്. കാരണം അത് റിയാസിന്റെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ടാണ് നിർത്തുന്നത്. അതുപോലെ തന്നെ റൈബിൻ പുറത്താകും എന്നുള്ളത് ഒരു ഷോക്കിംഗ് സംഭവമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, റിയാസ് തന്നെ റൈബിനെ പറഞ്ഞു വിട്ടത് എന്തിന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് 24 പേരിലാണ് നമ്മുടെ ഗെയിം തുടങ്ങിയത്. അപ്പോൾ തന്നെ ഊഹിക്കാം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഗെയിം കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ ഈ ഒരു അഗ്നി പരീക്ഷ വെറുപ്പിക്കൽ വേണ്ടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു വെറുപ്പിക്കലാണ്, ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്ത് കൂടുതൽ വലിച്ചു നീട്ടി ബോറാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 8 കാണാൻ പോലും ആരും കാണില്ല എന്ന് പറഞ്ഞെടുത്ത് അത്ര ഗംഭീരമല്ലാത്തവരെയൊക്കെ നിർത്തിക്കൊണ്ട്, എന്ന് വെച്ചാൽ അത്ര മികച്ച പെർഫോമൻസ് ഒന്നും അല്ലാത്തവരെ നിർത്തിക്കൊണ്ട് കുറച്ചൊക്കെ ആക്റ്റീവ് ആയവരെ തുടക്കമേ അങ്ങ് എടുത്ത് കളഞ്ഞു. അങ്ങനെ ഒരു തരം ഒരു പാർഷ്യാലിറ്റി നമ്മൾ തുടക്കത്തിൽ തന്നെ ജഡ്ജ്മെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുമുണ്ട്. അപ്പം എവിക്ഷനിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ സേവ് ആയ ഒരാളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ഷിബിനയുടെ ഗെയിം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഷിബിന അവിടെ വന്നു, മോഡലാണ്, സ്റ്റൈലായിട്ടാണ് നടക്കുകയും നിൽക്കുകയും വർത്തമാനം പറയുകയും ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാറുണ്ട്. എല്ലാം ഒരു പ്രത്യേക സ്റ്റൈലാണ്. പക്ഷെ ഭയങ്കര ബഹളമൊന്നും വെക്കാറില്ല. പിന്നെ അഗ്നി പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ, അതായത് റിയാസ് സ്റ്റാർട്ടിങ് വിളിച്ചത് തന്നെ ഒരു ഡാസ്കി ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അന്ന് തൊട്ടേ എല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഷിബിനെ. എന്നാൽ ഇവരുടെ ഗെയിം, നിങ്ങൾ ആ ഗെയിം കളിക്കുന്ന രീതി അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതായത് അവർ ആ ഗെയിമിൽ കംപ്ലീറ്റ് ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ ഒരു മേക്കപ്പോ അവരുടെ ഓർണമെന്റ്സോ ഒന്നും അവർ ശ്രദ്ധിക്കാറില്ല. ഓടി നടന്ന ഒരു കപ്പൊക്കെ എടുത്ത് മടക്കിയും തിരിച്ചും ഒക്കെ വെക്കുന്നതായിക്കോട്ടെ, അവരെല്ലാത്തിനകത്തും ഭയങ്കര ആക്റ്റീവാണ്. വേറൊരാളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പൂജ. ഔട്ടായി പോയ പൂജയല്ല കേട്ടോ, ഇപ്പോഴും ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ നിലനിൽക്കുന്ന പൂജ. പുള്ളിക്കാരി ഇപ്പോൾ ഭയങ്കര സൈലന്റ് ആണ്. പക്ഷേ നമുക്ക് ആ പൂജേനെ ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാ? ഫസ്റ്റ് ഡേ ആ ഒരു ടാസ്കിൽ നന്നായിട്ട് കളിച്ച് ഒരു ബഹളമൊക്കെ വെച്ച് ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയ ആ ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരു ഓളമൊക്കെ ഉണ്ടാക്കി ഈ 2-3 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലോലിറ്റ. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ലോലിറ്റ ഭയങ്കര സൈലന്റ് ആണ്. പക്ഷേ ടാസ്കിൽ അടിപൊളിയാണ്. പൂജയും ടാസ്കിൽ അടിപൊളിയാണ്. ഷിബിനയും സെയിം ആണ്, ടാസ്കിൽ അടിപൊളിയാണ്. അവർക്ക് സംസാരിക്കാൻ ഒരു ടാസ്ക് കിട്ടിയാൽ മാത്രമേ അവരവരുടെ ഫുൾ എനർജി ഇട്ട് സംസാരിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം അവർ സൈലന്റ് ആയിട്ട് ആ ഒരു ഗെയിമിൽ നന്നായി കളിച്ചുകൊണ്ട് ഒരു എക്സ്ട്രീമിലേക്ക് പോകാതെ, അതായത് മോശം ഗെയിം എന്ന് പറയിപ്പിക്കാതെ, എന്നാൽ അവർ അഗ്രസീവായി കളിച്ചു എന്ന് പറയിപ്പിക്കാതെ, ഔട്ട് ഹൗസിലേക്ക് പോകാതെ നിലനിന്ന് പോകുന്ന, വേണമെങ്കിൽ പറയാം നമുക്ക് സേഫ് കളിയാണ് അവർ കളിക്കുന്നതെന്നൊക്കെ പറയാം. പക്ഷെ ആ സേഫ് ആയിട്ട് കളിക്കണമെങ്കിലും ആ ടാസ്കിൽ ഫുള്ള് കൊടുത്ത് സംസാരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പറയുന്ന അൺമാസ്കിങ് എന്ന് പറഞ്ഞ ഒരു ടോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് വന്നല്ലോ. അതൊരു വലിയ ടാസ്ക് അല്ല. അതിൽ സത്യത്തിൽ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഈ ടാസ്ക് കൊടുക്കുന്നത് തന്നെ ഇവരുടെ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ ഇവർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ടോപ്പിക്കാണ്. ഇനി റിയാസിന്റെ ഫേവറൈറ്റിസം, അതെനിക്ക് ഈ ഷിബിനയുടെ കേസിൽ തോന്നിയിട്ടില്ല. ഷിബിനയുടെ ആ പെർഫോമൻസും ഷിബിനയുടെ സ്റ്റൈലും എല്ലാം റിയാസിന് ഇഷ്ടമാണ്. റിയാസ് അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, രഞ്ജിനി അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ മാരാരും അത് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ റിയാസിന് ഫേവറേറ്റ് ആയതുകൊണ്ട് ഷിബിനെ അവിടെ നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിൽ പറയുക. ഇനി നമുക്ക് അടുത്ത ഒരു വ്യക്തിയിലേക്ക് വരാം.
റെയ്വൻ ഇന്ന് എവിക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ റെയ്വിനെ എവിക്റ്റ് ആക്കിയത് ഈ പറയുന്ന റിയാസ് തന്നെയാണ്. റീസൺ ഒക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് കൂടുതൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് റെയ്വിനെ പുറത്താക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റെയ്വിനെ അവിടെ നിർത്തേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും അവളെ നിർത്തിയില്ലല്ലോ. അപ്പൊ അവിടെ ആ ഒരു കാര്യം എനിക്ക് എന്താ പറയാ, ഒരു ഫേവറേറ്റിസം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അപർണ ഇവിടുന്ന് എവിക്റ്റ് ആകുന്നുണ്ട്. വളരെ ഡീസന്റ് എവിക്ഷൻ ആണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി അവിടെ വലുതായിട്ട് എന്തോ ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് തന്നെയാണ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ മാരാര് വേറൊരു വ്യക്തിയെ പറയുന്നുണ്ട്, അപർണയെ പോലെ നയനയെയും ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് നയനയെ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രണവിനേക്കാൾ ബെസ്റ്റായിട്ട് നയനയുടെ പെർഫോമൻസ്, നയനയുടെ സംസാരമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രണവ് ഇന്ന് പെർഫോം ചെയ്തത് കുറച്ച് ഓവറായി പോയി എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. രഞ്ജിനി അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രണവിന് തന്നെ അറിയാം പ്രണവ് പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോൾ കുറച്ച് പെർഫോമാറ്റിക് ആയി. അതായത് ആ ഒരു ഗെയിമിൽ വേണ്ടാത്ത തരത്തിൽ അവിടെ അത്രയും ഒരു ഓവർ ആക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ താൻ ഔട്ട് ആവുമോ, താൻ എവിക്റ്റ് ആകുമോ എന്നുള്ള പേടിയിൽ അവിടെ ഒരു ഉഡായിപ്പാണ് ഈ പറയുന്ന പ്രണവ് കാണിച്ചതെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ ഉഡായിപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രണവ് കഴിഞ്ഞ ആ ഒരു ടാസ്കിൽ ആ കയറ് കെട്ടിടുന്ന ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പ്രണവ് അടുത്തിരിക്കുന്ന ആള് കാല് വെച്ച് ചവിട്ടി ഇടുന്ന ആ ഒരു കെട്ടിൻ്റെത് സംഭവം പ്രണവ് നോക്കിയിട്ടുണ്ട്. പക്ഷെ പ്രണവ് നോക്കിയിട്ടില്ല, സ്വന്തമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. രഞ്ജിനി അത് പൊളിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ രഞ്ജിനി എന്നിട്ടും ജസ്റ്റ് അതങ്ങ് കളഞ്ഞങ്ങ് പോയി. അപ്പൊ അവിടെയൊക്കെ എനിക്ക് പ്രണവ് ഒരു ഉഡായിപ്പ് കാണിച്ചു നിൽക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഉഡായിപ്പ് കാണിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൽ അത് തെറ്റല്ല. പക്ഷേ പ്രണവിനേക്കാൾ ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് നയനയെ തോന്നി. അതാണ് ഞാൻ അവിടെ ഈ ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ഞാൻ പറയേണ്ടി വന്നത്. എനിവേ എന്തായാലും നയന പോയി. നയന ഇപ്പം നിന്നാലും അടുത്തൊരു ദിവസത്തിനകത്ത് നയന പോകും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പ്രണവ് എന്തായാലും നിൽക്കട്ടെ. അടുത്ത ദിവസം എന്താണ് പ്രണവിന്റെ അവസ്ഥയെന്ന് നമുക്ക് വീണ്ടും കണ്ടറിയാം. കാരണം വാർണിംഗ് ഒക്കെ കിട്ടിക്കൊണ്ടാണ് പ്രണവിനെ വീണ്ടും പിടിച്ച് കയറ്റേക്കുന്നത്. ഇനി നമുക്ക് അഭിറാമിന്റെ കേസിലേക്ക് വരാം. അഭിറാമിന്റെ കേസ് എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഫസ്റ്റ് ടൈം അല്ല. അഭിറാമിന്റെ പല ടാസ്കുകളിലും അഭിറാം, അത് ഫുഡിന്റെ കേസ് ആയിക്കോട്ടെ, അത്രയും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ജിമ്മിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഒരു ട്രെയിനറാണ്. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആ ടാസ്ക് അത് ചെയ്യാൻ മുന്നിട്ട് പോയി എന്നുള്ളത് കൊണ്ട് അഭിറാമിനെ അവിടെയും നമുക്ക് നെഗറ്റീവാണ് തോന്നിയത്. പിന്നെ അഭിറാമിന്റെ കേസിൽ പല ഫിസിക്കൽ ടാസ്കിലും അഭിറാം കുറച്ച് പിന്നോട്ട് പോകുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇന്ന് അഭിറാമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം, ഇതേമാതിരി ദുരന്തം ഓരോ തവണയും ഒന്ന് കഴിയുമ്പോൾ അടുത്ത ദുരന്തം വരുന്ന ടൈപ്പ് ഒരു ലൈഫാണ് പുള്ളിക്കാരൻ്റെത്. പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടിട്ട് നമ്മൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു വിഷമമൊക്കെ തോന്നും, നമുക്കൊരു സിമ്പതിയൊക്കെ കൊടുക്കാൻ തോന്നും. പക്ഷേ അഭിറാം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളല്ല. അങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടി ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസിലേക്ക് വന്ന ഒരാളല്ല. ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കടമ്പയാണ് ഈ പറയുന്ന അഗ്നിപരീക്ഷ. ആ അഗ്നിപരീക്ഷയിൽ ജയിക്കാൻ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു ശരികേടും ഒരു തെറ്റുമില്ല. അതായത് എല്ലാവരും പറയുന്നത് രേണു സുധിയൊക്കെ പിന്നെ എന്തർത്ഥത്തിലാണ് ബിഗ് ബോസിൽ പോയത്? രേണു സുധി സെലിബ്രിറ്റി ആയിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസൊന്നും അവിടെ ആരും പ്രശ്നമാക്കിയിരുന്നില്ല. പക്ഷേ രേണു സുധി ബിഗ് ബോസിൽ പോയതിനു ശേഷം ബിഗ് ബോസ് സീസൺ 7 പകുതി വെച്ചിട്ട് രേണു സുധിയെ പറഞ്ഞു വിടുന്നുണ്ട്. എന്തുകൊണ്ട്? രേണു സുധിയുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ട്. അത്തരത്തിൽ പറഞ്ഞു വിടേണ്ട ഒരാളായിരുന്നു ഷാനവാസ്. പക്ഷെ ഷാനവാസ് സർവൈവ് ചെയ്തു. കാരണം ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എന്ന്. ഷാനവാസ് പൊരുതി തിരിച്ചു വന്ന് 100 ദിവസം തികച്ച ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ ആ ഷാനവാസിന്റെ പരിഗണനയോ അല്ലെങ്കിൽ ഷാനവാസിന് കൊടുക്കുന്ന ആ ഒരു വിശ്വാസമോ ഇവിടെ അഭിറാമിന് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അഭിറാമിനെ ഇവിടെ സേവ് ചെയ്ത് ബിഗ് ബോസിന്റെ ഒരു ഹൗസിലേക്ക് അഭിറാമിനെ പറഞ്ഞു വിട്ടു എന്ന് വെച്ചിരിക്കുക. പക്ഷെ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ വന്ന് ആ അഗ്നിപരീക്ഷയിൽ ഈ 3 ജഡ്ജസ് ചേർന്ന് സേവ് ചെയ്ത ആളെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂയുടെ പ്രശ്നം ആയിരുന്നില്ലല്ലോ എന്നെങ്ങാനും ചോദിച്ചാൽ അവിടെ ഈ പറയുന്ന 3 ജഡ്ജസ്മാര് കുഴയും. ആ കുഴച്ചിൽ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ കൂടി തന്നെയാണ് അഭിറാമിനെ ഇവിടെ എവിക്റ്റ് ആക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഭിറാമിനെ എവിക്റ്റ് ആക്കിയതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അതങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അഭിറാം കുറച്ചും കൂടെ ആരോഗ്യമൊക്കെ ഒന്ന് ബെറ്റർ ആക്കിയിട്ട് തിരിച്ച് വീണ്ടും വന്നോളൂ എന്നുള്ള രീതിയിൽ ആശംസിച്ചൊക്കെ തന്നെയാണ് വിടുന്നത്.
അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്കതിനകത്ത് ഒരു മോശം അല്ലെങ്കിൽ ഒരു ബാഡ് എവിക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് എന്തായാലും കമന്റിൽ പറയുക. പിന്നെ ഈ കേസിൽ ഒരു കാര്യം കൂടി എനിക്കൊന്ന് അഡ്രസ് ചെയ്യണം. അഭിറാമും അതുപോലെ റെയ്ബിനും തമ്മിൽ ലാസ്റ്റ് ടൈം ഒരു കോൺവെർസേഷൻ നടന്ന സമയത്ത് നമ്മുടെ റെയ്ബിൻ വളരെ ക്ലിയർ ആയിട്ട് അഭിറാമിന് LGBT കമ്മ്യൂണിറ്റിയുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. അത് ഇതിന് അവരെ പറയുന്ന അഗ്നിപരീക്ഷയുടെ വേദിയിൽ വരാതെ, അവരത് ആ ഒരു സ്റ്റേജിൽ വരാതെ പുറത്തെ സംസാരത്തിന്റെ എന്തോ പാർട്ടാണ് അവിടെ സംസാരിച്ചതുപോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന റിയാസ് ഉൾപ്പെടെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അഭിറാമിനോട് കൂടുതലൊന്നും അവിടെ ചോദിച്ചിട്ടില്ല. അഭിറാം ഈ പറഞ്ഞ റെയ്ബിൻ സംസാരിച്ച, അതായത് തനിക്ക് LGBT കമ്മ്യൂണിറ്റിയോടൊക്കെയുള്ള എതിർപ്പിനെ കുറിച്ച് റെയ്ബിൻ ആരോപിച്ച ആ ആരോപണത്തിന് അഭിറാം നന്നായിട്ട് തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. നീ നിന്റെ സാഹചര്യം വെച്ചാണ് പറയുന്നത്, എനിക്ക് എൻ്റെതായ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന്. സോ ആ സാഹചര്യം എന്ത് എന്ന് അങ്ങോട്ട് ക്ലിയർ ആക്കാൻ നമുക്ക് അഭിറാമിൽ നിന്ന് പറ്റിയിട്ടില്ല. സോ എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചിട്ട് പോയതുപോലെ അഭിറാമിനെ കുറിച്ച് തോന്നി. അപ്പൊ നമുക്കില്ല കംപ്ലീറ്റ് ആക്കാത്ത ഒരു സിനിമ ബാക്കി എന്ത് എന്നുള്ളൊരു ചിന്ത വരത്തില്ലേ. അതുകൊണ്ട് തന്നെ അഭിറാം പോയതിൽ കുറേ പേർക്കുള്ള സങ്കടം അവിടെയൊക്കെയാണ്. അഭിറാമിനെ കൂടുതൽ അറിയണം എന്ന് തോന്നിപ്പോകുന്ന ഒരു മൊമെന്റ് കൂടിയായിരുന്നു അത്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ അഭിറാം കുറച്ചുകൂടി ആക്റ്റീവായിട്ടൊക്കെ നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് പറ്റിയൊരു മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം വെച്ചിട്ടാണ് അഭിറാമിനെ ഇവിടുന്ന് എവിക്റ്റ് ആക്കിയിരിക്കുന്നത്. ഇവർക്ക് ഈ 40 പേരെയൊന്നും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരുപാട് പേരെ ഇതിനകത്ത് നിന്ന് എവിക്റ്റ് ആക്കി അതിൽ ഫെയർ എന്ന് തോന്നും, ചിലപ്പോൾ നമുക്ക് അൺഫെയർ എന്ന് തോന്നും. പക്ഷേ ഒരു 5 അല്ലെങ്കിൽ ഒരാളെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിലെടുക്കാൻ പോകുന്നത്. ഏതായാലും ശരി, നമുക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കുറേ പേര് ഇനിയും ഉണ്ട്, കുറേ പേര് അത്ര ആപ്റ്റ് അല്ല, അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇവരൊന്നും പോകരുത്, ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവർ പോകരുത് എന്ന് കരുതുന്ന കുറേ പേരുണ്ട്. സോ നാളെ തൊട്ട് നമുക്ക് കാത്തിരിക്കാം, ഇവരൊക്കെ തന്നെ പോകാനുള്ള സാധ്യത ഞാനും കാണുന്നുണ്ട്. എനിക്കിപ്പോൾ ഉള്ളതിൽ നല്ലതെന്നൊക്കെ തോന്നുന്നത്, എനിക്ക് ഷാമോന്റെ ഗെയിം ഇഷ്ടമാണ്, പെരുമാറ്റം ഇഷ്ടമാണ്. ഷാമോനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ശ്യാമിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്യാമിന്റെ സംസാരം ഇന്നാണ് എനിക്ക് മീൻസ് കഴിഞ്ഞ ദിവസത്തെ ശ്യാമിന്റെ ആ ഒരു പ്രസന്റേഷൻ ആണത്, ശരിക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ രാകേഷിനെ ഗ്ലോറിഫൈ ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കമന്റ്സിൽ കാണുന്നുണ്ട്. രാകേഷ് ശരിക്കും പറഞ്ഞാൽ ആളുടെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ കാണിക്കുന്ന, ഒരു വൈബ്രന്റ് ആയിട്ട് നിൽക്കാൻ കാണിക്കുന്ന പുള്ളിക്കാരൻ്റെ ഒരു പേഴ്സണാലിറ്റി എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഓവറാണെന്ന് പറയാൻ കഴിയില്ല, കാരണം ഒരു കൊച്ചിക്കാരൻ്റെ വൈബെല്ലാം രാകേഷിനും ഉണ്ട്. പിന്നെ സോന എനിക്ക് തുടക്കം തൊട്ടേ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ട്, ഇന്നും അത് പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് വരുന്നില്ല. ഷിബിനേനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പൂജ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്, പക്ഷെ പൂജ കയറി വരികയാണെങ്കിൽ എനിക്ക് പഴയ സീസണിലെ ഒരു കോമണറായിട്ട് വന്നിട്ടുള്ള ശാലിനിയെ ഓർമ്മ വരും പൂജേനെ കാണുമ്പോൾ. പിന്നെ എൽദോ കുറച്ച് അഗ്രസീവ് ആണ്, പക്ഷെ എൽദോ ബിഗ് ബോസിനെ പറ്റിയൊരു മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പേര്. പിന്നെ അതുപോലെ ലോലിറ്റയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് മിക്കവാറും ഉടനെ എന്തായാലും നമുക്ക് മനസ്സിലാവും, കുറച്ചുകൂടെ ഒക്കെ വരണം. പുള്ളിക്കാരി ഇപ്പോഴും 19 വയസ്സാണ്. 19 വയസ്സിനകത്ത് നിന്നിട്ട് ഇനിയും വൈബ്രന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏതായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ, ബിഗ് ബോസിന്റെ ഈ ഒരു അഗ്നിപരീക്ഷ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബിബി ഗ്രാൻഡ്മ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.